അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അത്യപൂർവമായ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ ആശങ്ക പടർത്തുന്നതിനിടെയാണ് കൊച്ചിയിൽ നിന്ന് ആശ്വാസ വാർത്ത എത്തുന്നത്. അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിദഗ്ധൻ KP വിനയന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രോഗസ്ഥിരീകരണം വേഗത്തിലായതും ഫലപ്രദമായ ചികിത്സയും ഗുണമായെന്ന് ഡോക്ടർ KP വിനയൻ. കുട്ടി വളരെ മോശം കണ്ടീഷനിലായിരുന്നു. 4 കാലുകൾ തളർന്ന് ബോധത്തിൻ്റെ അളവിൽ വ്യത്യാസമുള്ള വെന്റിലേറ്ററിലായി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കൂടി ശ്വസിക്കുന്ന ഒരു സ്റ്റേജിലാണ് കുട്ടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ മസ്തിഷ്ക ജ്വരമാണെന്നുള്ളതിൽ സംശയം ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് രൂപത്തിയെടുത്തതിലും മസ്തിഷ്ക ജ്വരം തന്നെയായിരുന്നു. അപ്പോൾ അമീബയുടെ നമ്മളുടെ ടെസ്റ്റിൽ കിട്ടിയത് ഒരു വെർമിപ്പോമിസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കാലിക്കറ്റിൽ ആദ്യത്തെ 2 കേസുകളിൽ റിപ്പോർട്ട് ചെയ്ത കേസ് ഇത് തന്നെയായിരുന്നു. എല്ലാ അമീബിക് മസ്തിഷ്ക ജ്വരങ്ങളും ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ മാരകമാകണമെന്നില്ല. ഇതാണ് കേസ് സൂചിപ്പിക്കുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. ഏതുതരം അമീബയാണ് ബാധിക്കുന്നത് എന്നത് ചികിത്സാവിധികൾ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായേക്കാമെന്നും ഡോക്ടർ KP വിനയൻ. ഇത് സാധാരണ ഇത്തരം അസുഖങ്ങൾ മനുഷ്യരിൽ അത്ര മേജറായിട്ടുള്ള ഇത്തരം മോശം മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തരം അമീബ അല്ല. ആക്ച്വലി അത് ശക്തി കൂടിയ അമീബിക് മെനിൻഗോഎൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്ന നെഗ്ലേറിയ ഫൈലേറിയ കാന്തമീബ അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് വേറൊരു ടൈപ്പ് അമീബ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ചികിത്സ നൽകുന്നതിനുള്ള തുടർ പഠനങ്ങളും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ആവശ്യമാണ്. ഇതിനായി വൈദ്യശാസ്ത്ര രംഗത്തെ സംഘടനകളും സർക്കാരും ഏകോപിപ്പിക്കണമെന്നാണ് ഡോക്ടർമാരുടെ ആവശ്യം. റിപ്പോർട്ടർ, കൊച്ചി.